എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു താമര സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യമേ വേണ്ട ഇതുപോലത്തെ ഒരു വലിയൊരു ബേസിനാണ്. ഈ ബേസിൻ ഹോളൊന്നുമില്ലാത്ത ബേസിനായിരിക്കണം. വെള്ളം ഫുൾ ടൈം വെള്ളം കെട്ടി നിർത്തേണ്ടതാണ്. ആദ്യമായിട്ട് നമുക്കിതിൽ നല്ലൊരു മണ്ണാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. നല്ല ചുവന്ന മണ്ണ്, വേസ്റ്റൊന്നുമില്ലാത്ത മണ്ണാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ നമുക്കിതിൽ വളം ചേർക്കേണ്ടത് ചാണകപ്പൊടി, എല്ലുപൊടി, കുറച്ച് വേപ്പൻ പിണ്ണാക്കിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ആദ്യമായിട്ട് നമ്മൾ മണ്ണാണ് ഇട്ടത് ഒരു ലെയർ. അതിനുശേഷം നമുക്ക് അടുത്ത ലെയറായിട്ട് ഇടേണ്ടത് ചാണകപ്പൊടിയാണ്. അങ്ങനെ ഓരോ ലെയറായിട്ടാണ് വളങ്ങളും മണ്ണും ചേർക്കേണ്ടത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് എല്ലുപൊടിയാണ്. മണ്ണ് ഇട്ടതിന് ശേഷം ചാണകപ്പൊടി ഇട്ടു, അതിനുശേഷം മണ്ണിട്ടു. അടുത്തത് എല്ലുപൊടിയാണ് ആഡ് ചെയ്യുന്നത്. എല്ലുപൊടി അധികം വേണ്ട, കുറച്ച് ഭാഗം മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് അടുത്തത് മണ്ണാണ് ഇതിൻ്റെ മേലെ. ഈ ചാണകപ്പൊടിയുടെ കൂടെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ആഡ് ചെയ്തിട്ടുണ്ട്, മിക്സാക്കിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായ വളങ്ങളൊക്കെ നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ലെയർ കൂടെ മണ്ണ് ഇതിൻ്റെ മേൽഭാഗത്ത് ഇട്ടതിന് ശേഷമാണ് ഇതിലേക്ക് ഇനി നമ്മൾ ട്യൂബർ വെക്കേണ്ടത്. അത് ഒരു സൈഡിലായിട്ടാണ് ട്യൂബർ വെക്കേണ്ടത്. ഇതുപോലെ സൈഡിലായി ഒരു കുഴിയെടുത്താണ് അതിലേക്ക് ട്യൂബർ വെക്കേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ട്യൂബർ വെക്കുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഡാമേജ് ആകാതെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതുപോലെ ട്യൂബർ വെച്ചതിന് ശേഷം വളരെയേറെ ശ്രദ്ധിച്ച് വെക്കണം. ഇലകൾക്കൊന്നും ഡാമേജ് പറ്റാതെ ചെയ്യണം. ഇതുപോലെ വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തു നിന്നും മണ്ണ് എല്ലാ സൈഡിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിൽ നിന്നും മണ്ണ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അത്. അതിന് ശേഷമാണ് നമുക്കിതിൽ വെള്ളം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മേൽഭാഗം ചളി ആവുന്ന രൂപത്തിൽ ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അധികം ഫുള്ളായിട്ട് വെള്ളം ആദ്യമായിട്ട് വെള്ളം ഒഴിക്കേണ്ട. ഒരു ചളിയാവുന്ന രൂപത്തിലേക്ക് മാത്രമാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതുപോലെ എല്ലാ ഭാഗത്തും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇലകളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് നമുക്കിതുപോലെ വെള്ളം ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രമാത്രം വെള്ളം മതിയാവും ഈ സമയം. അത് വെള്ളം ഡ്രൈ ആകുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. വളരെ വെയിലുള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. വെയിൽ ഇതിന് അത്യാവശ്യമാണ്. താമരയ്ക്ക് പൂവൊക്കെ വിരിയാൻ വേണ്ടി വെയിൽ നല്ലോണം അത്യാവശ്യമായിട്ട് വെയിൽ കൊള്ളണം. ഇത് എൻ്റെ അടുത്ത് ഉള്ള മുന്നേ സെറ്റ് ചെയ്ത താമരയാണ്. ഓക്കെ, താങ്ക് യു.